ഒരു ഗൗൺ തയ്ക്കുന്നതിന് എത്ര മീറ്റർ തുണി വേണമെന്ന് അത് ഉപയോഗിക്കുന്ന ഭൂരിഭാഗം പേർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന്റെ 10 ഇരട്ടിയോളം തുണി കൊണ്ട് ഒരു ഗൗൺ തുന്നിയാൽ എങ്ങനെയിരിക്കും? നമുക്കൊന്ന് കണ്ടുവരാം. മെറൂൺ നിറമാണ് ഭീമൻ ഗൗണിന്. 3 ഭാഗങ്ങളായിട്ടാണ് തുന്നിയെടുത്തത്. കുറച്ചധികം ദിവസങ്ങൾ വേണ്ടിവന്നു. $80 മീറ്റർ തുണിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓസ്ട്രേലിയയിൽ നഴ്സായ പട്ടണക്കാട് സ്വദേശിക്ക് വേണ്ടിയാണ് ചേർത്തലയിൽ വലിയ ഗൗൺ തുന്നിയത്. ഈ സ്ഥാപനം തുടങ്ങിയ ശേഷവും എൻ്റെ തയ്യൽ ജീവിതത്തിലും ആദ്യമായിട്ടാണ് 80 മീറ്റർ തുണി കൊണ്ട് ഒരു ഗൗൺ തയ്ക്കുന്നത്. 4 ലെയറുകളായിട്ടാണ് ഈ 80 മീറ്റർ തുണി ഞാൻ ചുരുക്കി കയറ്റിയിട്ടുള്ളത്. ഭീമൻ ഗൗൺ കഴിഞ്ഞ ദിവസം കടൽ കടന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. അടിപൊളി കുപ്പായമല്ലേ? നമ്മളൊക്കെ ചെറുപ്പത്തിലായിരിക്കുന്ന സമയത്ത് ഈ സിൻഡ്രല്ല പ്രിൻസസിന്റെ കാർട്ടൂണൊക്കെ കാണുമ്പോൾ, ഇതുപോലെ വലിയ ഉടുപ്പൊക്കെ കാണുമ്പോൾ വലിയ ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒന്ന് ഇട്ട് ഓടി നടക്കണം, ഫ്രണ്ട്സിന്റെ മുമ്പിലൊക്കെ കുറച്ച് ഷോ കാണിക്കണം എന്നുള്ളത്. എന്തായാലും ഈ മനോഹര ഗൗൺ ആലപ്പുഴക്കാരിയിൽ നിന്ന് ഇപ്പൊ നേരെ പോയിരിക്കുന്നത് ഓസ്ട്രേലിയയിലേക്കാണ്. അങ്ങനെ കടൽ കടന്ന് നമ്മുടെ നാടിന്റെ വസ്ത്രപ്പെരുമ അങ്ങ് ദൂരെ എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ആലപ്പുഴക്കാരൻ തുന്നിയ ആ ഒരു വർണ്ണവിസ്മയം ഗംഭീരമായിട്ടുണ്ട്. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് തത്സമയം. രഘു, കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇത് തുന്നിയെടുക്കാൻ. കാരണം 80 മീറ്റർ തുണി എന്ന് പറയുമ്പോൾ അത് തയ്ച്ചു വരാനുള്ള കഷ്ടപ്പാട് കുറച്ചധികമാണ്. എന്തായാലും കടൽ കടന്ന് അങ്ങനെ പോയല്ലേ നമ്മുടെ നാടിന്റെ പെരുമ. ഒരു ഷർട്ട്, ശരാശരി മനുഷ്യൻ്റെ ഒരു ഷർട്ട് തുന്നാൻ വേണ്ടി 2 മീറ്റർ തുണി മതി. അപ്പോൾ 40 ഷർട്ട് തുന്നാനുള്ള തുണി ഉപയോഗിച്ചാണ് ആ വലിയ ഗൗൺ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഭീമാകാരനാണ് ആ ഗൗണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ തുണിത്തരങ്ങൾ, ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം. നമ്മുടെ കേരളം അല്ലെങ്കിൽ ആലപ്പുഴ എന്ന് പറയുന്നത് പണ്ടേ ഈ എക്സ്പോർട്ടിങ്ങിന് വലിയ പേര് കേട്ടതാണ്. കയറും മത്സ്യങ്ങളുമൊക്കെ ഇവിടെ നിന്ന് ധാരാളം കടൽ കടന്ന് പോകുന്നുണ്ട്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള തുണിത്തരങ്ങൾ അല്ലെങ്കിൽ തുണി നിർമ്മിച്ച് നൽകുന്നത്, ഇത്രയും വ്യത്യസ്തമായ തുണി നിർമ്മിച്ച് നൽകുക, അല്ലെങ്കിൽ അത് ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് കടൽ കടന്നു പോകുന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കാം. പക്ഷേ നമ്മുടെ വിദേശത്തുള്ള ആളുകളൊക്കെ ഷർട്ടും പാൻറ്റും ഒക്കെ ഇവിടുന്ന് തയ്ച്ചുകൊണ്ട് പോകാറുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഇത്തരത്തിൽ വ്യത്യസ്തമായ വസ്ത്രം ഒരുപക്ഷെ ഇവിടെ ആലപ്പുഴയിൽ നിന്ന് തുന്നി പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആദ്യമായിട്ടായിരിക്കാം. ഞാൻ വാർത്തയിൽ പറഞ്ഞതുപോലെ പട്ടണക്കാട് സ്വദേശിയായ ഓസ്ട്രേലിയയിൽ വർഷങ്ങളായി താമസിക്കുന്ന ഒരാൾക്ക് വേണ്ടിയാണ് ഈ ഇത്ര വലിയൊരു ഗൗൺ നിർമ്മിച്ച് നൽകിയത്. നമ്മൾ തയ്യൽ മെഷീനൊക്കെ സാധാരണ നിലയിൽ കാണാറുള്ളതാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ധാരാളം തയ്യൽ കടകളാണ്. അത്ര ചെറിയ മെഷീനാണ്, എത്രത്തോളം നൈസായിട്ടുള്ള തുണിയാണ് അതിലേക്കൊക്കെ കയറുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതുള്ള, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്രയും ഇത്ര വലിയൊരു ഗൗൺ തയ്ച്ചെടുക്കണമെങ്കിൽ തുന്നൽക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരൊക്കെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ആലപ്പുഴയുടെ അല്ലെങ്കിൽ ചേർത്തലയുടെ ഒക്കെ ഒരു ഖ്യാതി അങ്ങ് ഓസ്ട്രേലിയയിലും ഈ തുണിത്തരങ്ങൾ അല്ലെങ്കിൽ തുണി തയ്ച്ചു കൊടുക്കുന്ന കാര്യത്തിൽ കൂടുതൽ മുഴങ്ങട്ടെ. കൂടുതൽ അവസരങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തൊഴിലവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തീർച്ചയായും.